Hi students, today I am going to discuss some previous year CBSE questions regarding the chapter inverse trigonometry functions. So listen carefully. Hi students, this is our first question. അത് കണ്ടാൽ തന്നെ മനസ്സിലായത് എന്തൊരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു 4 ഓപ്ഷൻ തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ? സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിന് 4 ഓപ്ഷൻ ഉണ്ട്. And we need to choose the correct answer from these option. Okay, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ given sin of tan inverse x. അപ്പോൾ ഞാൻ ഇവിടെ എന്തെടുത്തു? tan inverse xന് y എന്ന് പേരിട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ x എന്ന് പറഞ്ഞാൽ എന്താ? tan inverse അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം അല്ലേ, RHSലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? tan y എന്ന് കിട്ടിയില്ലേ? കിട്ടിയല്ലോ. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്ന് അറിയോ? നമുക്ക് നോക്കാം. സൈൻ വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണ്. അപ്പോൾ ഇതെങ്ങനെ ഇവിടെ നിന്ന് കിട്ടിയേ? നോക്കാം, എക്സിന് ടാൻ വൈ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സ് ഉള്ളിടത്തൊക്കെ നമ്മൾ ടാൻ വൈ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സൈൻ വൈ ആണോ കിട്ടണതെന്ന് ചെക്ക് ചെയ്താലോ? നോക്കാം അല്ലേ. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണമായ കാരണം നമ്മൾ ഈ ഭാഗത്ത് ചെയ്യാം കേട്ടോ. സൈൻ വൈ ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ആണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അപ്പോൾ എക്സിന് ഞാൻ എന്തിട്ട് കൊടുക്കേണ്ടത്? ടാൻ വൈ ആണ്. സോ ടാൻ വൈ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ. ഓക്കെ, അപ്പോൾ ഈ ടാൻ വൈ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ടാൻ ഇൻ ടേംസ് ഓഫ് സൈൻ ആൻഡ് കോസിൽ എങ്ങനെ എഴുതാം? സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് വൈ എന്ന് എഴുതാം അല്ലെ. ടാൻ വൈ എന്ന് പറഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഈ റൂട്ട് ഓഫ് 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് സ്ക്വയർ തീറ്റ അല്ലേ. 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് സ്ക്വയർ തീറ്റയാണ്. ഇവിടെ എന്തുണ്ട്? വൈ ആണല്ലേ തീറ്റയ്ക്ക് പകരം. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് ഓഫ് എന്ത് വരും? സീക്ക് സ്ക്വയർ വൈ എന്ന് വരും. അപ്പോൾ റൂട്ടും നമ്മളുടെ സ്ക്വയർ റൂട്ടും നമ്മുടെ സ്ക്വയറും കൂടി എന്ത് വരും? അത് ക്യാൻസൽ ആയി പോകും അല്ലേ. അപ്പോൾ ബാക്കി എന്താ കിട്ടാം? സൈൻ വൈ ഡിവൈഡഡ് ബൈ കോസ് വൈ ഹോൾ ഡിവൈഡഡ് ബൈ സീക്ക് വൈ എന്ന് കിട്ടി. റൂട്ടും സ്ക്വയറും പോയിട്ട് അതുകൊണ്ടാണ് സീക്ക് വൈ. ഇനി സീക്ക് വൈ ഇൻ ടേംസ് ഓഫ് കോസിൽ എങ്ങനെ എഴുതും? അത് നമ്മുടെ കോസിന് റെസിപ്രോക്കൽ ആണല്ലേ. അപ്പം ഞാൻ എന്ത് എഴുതി? സൈൻ വൈ ബൈ കോസ് വൈ. ന്യൂമറേറ്ററിന് വ്യത്യാസമില്ല. ഡിനോമിനേറ്ററിൽ ഞാൻ അതിനെ സീക്ക് വൈ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് വൈ ആണ് അല്ലേ. അപ്പോൾ ഈ 2 കോസ് വൈ ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്താ? സൈൻ വൈ അല്ലേ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്തത് ഏതിന്നാ? എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. കിട്ടിക്കഴിഞ്ഞത് എന്താ? സൈൻ വൈ എന്ന് കിട്ടി. അപ്പോൾ നമുക്കിനി എന്ത് എഴുതാം ധൈര്യമായിട്ട്? എന്തെഴുതാം? സൈൻ വൈ ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ സൈൻ വൈ ഈക്വൽ ടു എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടിയിട്ടുണ്ട് അല്ലേ. കിട്ടിയില്ലേ? അപ്പോൾ ഇതിൽ നിന്ന് വൈ ഈക്വൽ ടു എന്താ കിട്ടുക? വൈ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ്. സൈന് RHSലേക്ക് പോകും. അപ്പോൾ സൈൻ ഇൻവേഴ്സ് ആയില്ലേ. സൈൻ ഇൻവേഴ്സ് റൂട്ട് ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടി. കിട്ടൂലോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം നോക്കാം. ഇവിടെ ടാൻ ഇൻവേഴ്സ് എക്സിന് ഞാൻ ആദ്യം തന്നെ വൈ എന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ഞാൻ ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് എഴുതാം. നമുക്ക് ഇവിടെ നമുക്ക് വേറൊരു വൈയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. അപ്പോൾ 2 വൈയും ഇവിടെ വൈ ഈക്വൽ ആണല്ലേ. അപ്പോൾ ഈ വൈയുടെ ഈക്വൽ ആയിട്ടുള്ള ടാൻ ഇൻവേഴ്സ് എക്സും ഈ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ അല്ലേ. വൈ ആണല്ലോ രണ്ടും. അപ്പോൾ നമുക്ക് ഇതിനെ എന്ത് എഴുതാം? 1 ഈക്വൽ ടു 2 എന്ന്. ഇക്വേഷൻ നമ്പർ 1 ഈക്വൽ ടു ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് പറഞ്ഞാൽ ടാൻ ഇൻവേഴ്സ് എക്സ് ആണ്. അത് എന്തിന് ഈക്വൽ ആവും? നമ്മുടെ സൈൻ ഇൻവേഴ്സ് എക്സ് ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിന് ഈക്വൽ ആവും. ആയല്ലോ.
ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ, നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യനിൽ എന്താ, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് ആണല്ലേ. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെയാണ് RHSലാണ് സൈൻ ഇൻവേഴ്സ് കിടക്കണേ. നമുക്കതിനെ എങ്ങോട്ട് കൊണ്ടുപോകണം, സൈൻ കിട്ടണമെങ്കിൽ LHSലേക്ക് കൊണ്ടുപോയാലേ പറ്റുള്ളൂ അല്ലേ. LHSലേക്ക് സൈനിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് വരും, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് കിട്ടും. അത് എന്തിന് ഈക്വൽ ആവും, സൈൻ ഇൻവേഴ്സ് പോയ കാരണം ഇനി ഇത് മാത്രല്ലേ അവിടെ ഒറ്റയ്ക്ക് കിടക്കുന്നത്, എക്സ് ഡിവൈഡഡ് ബൈ √1 + x² അവിടെ കിടക്കുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താ, സൈൻ ഓഫ് ടാൻ ഇൻവേഴ്സ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താ ആൻസർ കിട്ടിയേ, എക്സ് ഡിവൈഡ് ബൈ √1 + x². അപ്പൊ ഓപ്ഷൻ ഏതാ, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പൊ കറക്റ്റ് ഓപ്ഷൻ ഈസ് ഡി. This is our next question. In this question, we need to show that tan of 1/2 sin inverse 3/4 equal to 4 minus √7 divided by 3. So let's start the solution of this question. Given that tan of 1/2 sin inverse 3/4, നമുക്ക് അത്ര മാത്രം എടുക്കാം. LHS എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. നോക്കാം, ഞാൻ ഈ സൈൻ ഇൻവേഴ്സ് 3/4ന് തീറ്റ എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ സൈൻ ഇൻവേഴ്സ് 3/4 തീറ്റയാണെങ്കിൽ സൈൻ ഇൻവേഴ്സിനെ നമുക്ക് RHSലേക്ക് കൊണ്ടുപോയാൽ നമുക്ക് എന്ത് കിട്ടും, സൈൻ തീറ്റ ഈക്വൽ ടു 3/4 എന്ന് കിട്ടൂ അല്ലേ, കിട്ടൂലോ. ഇനി നമുക്ക് അറിയാവുന്ന നമ്മളുടെ സൈൻ 2θയുടെ ഫോർമുലയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ +1 പഠിച്ച ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന ചാപ്റ്ററിൽ കുറേ റിസൾട്ടുകൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സൈൻ 2θനെ ഇൻ ടേംസ് ഓഫ് ടാൻ തീറ്റയിൽ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, 2 tan θ ഡിവൈഡഡ് ബൈ 1 + tan² തീറ്റ ആണല്ലോ. അപ്പൊ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ തീറ്റ ഉള്ളൂ അല്ലെ, 2θ ഇല്ല. അപ്പൊ നമ്മളിത് കുറെ പ്രോബ്ലം ഇതേപോലെ ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ തീറ്റ മാത്രമേ ഉള്ളൂ എന്ന് വെച്ചാല് നമ്മുടെ ആൻസറിൽ എന്തുണ്ടാവും, θ/2 ആവും അല്ലെ. കാരണം 2θയാണ് നമ്മളുടെ LHSൽ എന്ന് വെച്ചാൽ നമ്മളുടെ RHSൽ ആ 2θയുടെ ഹാഫാണ്. അതായത് ആ തീറ്റയാണ് എന്ത് വരാം നമ്മളെ റിസൾട്ടിൽ വരുന്നത്. ഇവിടെ എന്തുള്ള തീറ്റ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾക്ക് നമ്മളുടെ RHSൽ റിസൾട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഈ തീറ്റയ്ക്ക് പകരം θ/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ നോക്കാം, അപ്പൊ ഈ സൈൻ തീറ്റയുടെ LHS പാർട്ടിലാണ്, അതായത് സൈൻ തീറ്റയ്ക്ക് പകരമാണ് ഞാൻ ഈ ഫോർമുല യൂസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ എന്ത് വരും, ഈ തീറ്റ ഉള്ളിടത്തൊക്കെ θ/2 വരും. അപ്പൊ 2 tan θ/2 ഡിവൈഡഡ് ബൈ 1 + tan² θ/2 ഈക്വൽ ടു 3/4 കിട്ടിയില്ലേ. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ എന്ത് കിട്ടും, 2 tan θ × 4 എന്ന് പറഞ്ഞാൽ 8 അല്ലേ, 8 tan θ/2 ഈക്വൽ ടു 3 × 1 + tan² θ/2 എന്ന് കിട്ടും. കിട്ടില്ലേ. 3നെ നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 3 + 3 tan² θ/2 എന്ന് കിട്ടും. നമ്മൾ എല്ലാ RHSലുള്ള എല്ലാ ടൈമിനും നമ്മൾ LHSലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. നമ്മൾ LHSലുള്ള എല്ലാ ടൈമിനും നമ്മൾ RHSലേക്ക് കൊണ്ടുപോകാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, 3 tan² θ/2 ഇതവിടെ കിടക്കും. പിന്നെ ഈ +8 tan θ/2 RHSലേക്ക് പോകുമ്പോൾ -8 tan θ/2 എന്ന് കിട്ടും. പിന്നെ ഇവിടെ ഉള്ള ഒരു +3 ഈക്വൽ ടു 0. കാരണം എല്ലാ ടേമിനും നമ്മൾ RHSലേക്ക് കൊണ്ടുവരാണ്, എല്ലാ ടേമും എന്താവും, അപ്പോൾ ഈ LHSലുള്ള ടേം മുഴുവൻ 0 ആവും ആണല്ലോ. ഇനി ഈ tan θ/2ന് ഞാൻ x എന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ നോക്കി, ഇവിടെ എന്താ കിട്ടുക, 3x² -8x +3 ഈക്വൽ ടു 0. ഇതെന്താ, ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണല്ലേ. അപ്പൊ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ കാണാൻ നമുക്കറിയാലോ, എന്തായിരുന്നു, x ഈക്വൽ ടു -b ± √b² - 4ac ഡിവൈഡഡ് ബൈ 2a
ആണല്ലോ. അപ്പോൾ ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യണത് ഇനിയിപ്പോൾ എയും ബിയും സിയും നിങ്ങൾ മറന്നിട്ടില്ല ഞാൻ വിചാരിക്കുന്നു. എന്നാലും ഞാൻ എഴുതാം. ax² പ്ലസ് bx പ്ലസ് c ഈക്വൽ ടു 0 എന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് എന്ത്? ഇത് x ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² മൈനസ് 4ac ഡിവൈഡ് ബൈ 2 എന്നുള്ളത്. അപ്പോൾ ഇവിടെ ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ x² കോഎഫിഷ്യന്റ് ആണ് a, എക്സിന്റെ കോഎഫിഷ്യന്റ് ആണ് b ആൻഡ് c എന്ന് പറഞ്ഞാൽ കോൺസ്റ്റന്റ് ടേം, അതായത് എക്സും x² ഒന്നും ഇല്ലാത്ത ടേം ആണ് കോൺസ്റ്റന്റ് ടേം. കിട്ടൂലോ, നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ -b ഓൾറെഡി എന്താണ് മൈനസ് ഉണ്ട് അല്ലെ. അപ്പോൾ -8 പ്ലസ് 8 ആയി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² എന്ന് പറഞ്ഞാൽ 8² മൈനസ് 4 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ 3 ആണ്, c എന്ന് പറഞ്ഞാലും 3 ആണ്, ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു a. ദാറ്റ് മീൻസ് 2 ഇൻറ്റു a എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 8 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 64 മൈനസ് 36 divided by 6. 8 plus or minus 64 minus 36 എന്ന് പറഞ്ഞാൽ റൂട്ട് 28 ആണ് ഡിവൈഡഡ് ബൈ 6. ഓക്കെ, ഈ റൂട്ട് 28 എന്ന് പറഞ്ഞാൽ എന്താ? 7 ഇൻറ്റു 4 ആണല്ലേ. അപ്പോൾ 4നെ നമുക്ക് 8 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 7 ഇൻറ്റു 4, 28 നമുക്ക് 7 ഇൻറ്റു 4 എന്ന് എഴുതാലോ. ഈ 2ന്റെ അല്ലെ 4ന്റെ സ്ക്വയർ റൂട്ടാണ് 2 അല്ലേ, ആണല്ലോ. അപ്പോൾ നമുക്ക് മാറ്റിയെടുത്തൂടെ. അപ്പോൾ എന്ത് കിട്ടും? 8 പ്ലസ് ഓർ മൈനസ് 2 റൂട്ട് 7 ഡിവൈഡഡ് ബൈ 6 എന്ന് കിട്ടും. കിട്ടില്ലേ? ഇനി നമുക്ക് നമ്മുടെ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും എന്ത് കോമൺ ആണ്? 2 കോമൺ ആണ് അല്ലേ. അപ്പോൾ 2 ഔട്ട് സൈഡ് എടുക്കുക. അപ്പോൾ എന്ത് വരും? 2 ഇൻറ്റു 8ന്റെ പകരം അവിടെ 4 വരും. 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 7 ന്യൂമറേറ്ററിലും, അതുപോലെ നമുക്ക് 6നെ നമുക്ക് 2 ഇൻറ്റു 3 എന്ന് എഴുതാം. അപ്പോൾ ഈ 2 2ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് ഫൈനലി നമുക്ക് എന്ത് കിട്ടും? 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 7 ഡിവൈഡഡ് ബൈ 3 എന്ന് കിട്ടും. അപ്പോൾ എക്സ് ആണ് നമുക്ക് എന്ത് കിട്ടിയപ്പോ? 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 7 ബൈ 3 എന്ന് കിട്ടിയല്ലേ. അപ്പൊ എക്സ് ആണ് നമുക്ക് 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 7 ബൈ 3 എന്ന് കിട്ടിയിട്ടുള്ളത്. നമുക്ക് ആ എക്സിന് തന്നെയാണ് നമ്മൾ എന്തിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്? ടാൻ തീറ്റ ബൈ 2 ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമുക്കത് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. എക്സിന്റെ സ്ഥാനത്ത് ഞാൻ ടാൻ തീറ്റ ബൈ 2 ഇട്ട് കൊടുത്തു. ഈക്വൽ ടു 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 7 ഡിവൈഡഡ് ബൈ 3 ആണല്ലോ. ഇനി ശ്രദ്ധിക്കാം, ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തീറ്റ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് എന്താ? സൈൻ ഇൻവേഴ്സ് 3/4 ആണല്ലേ. ശ്രദ്ധിക്കണം, തീറ്റ നമ്മൾ ഇവിടുത്തെ ഈ സൈൻ ഇൻവേഴ്സ് 3/4 നമ്മൾ തീറ്റ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ തീറ്റ നമ്മൾ ഇവിടെ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. നോക്കാം, ടാൻ ഓഫ് 1/2, ആ 1/2 ഫ്രണ്ടിലേക്ക് ഇട്ടു. തീറ്റയ്ക്ക് നമ്മൾ എന്തിട്ട് കൊടുത്തു? സൈൻ ഇൻവേഴ്സ് 3/4 എന്ന് ഇട്ട് കൊടുത്തു. ഓക്കെ, കിട്ടിയില്ലേ? അതാണ് നമുക്ക് എന്ത് കിട്ടിയ? 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 7 ഡിവൈഡഡ് ബൈ 3. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കിയേ. ക്വസ്റ്റ്യനില് ടാൻ 1/2 ടാൻ ഓഫ് 1/2 സൈൻ ഇൻവേഴ്സ് 3/4. ഇവിടെ എന്തെന്നെയാ? ടാൻ ഓഫ് 1/2 സൈൻ ഇൻവേഴ്സ് 3/4 എന്ന് കിട്ടിയിട്ടുണ്ട്. ഈക്വൽ ടു 4 മൈനസ് റൂട്ട് 7/3. ഇവിടെ 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് 7/3 എന്നാ കിട്ടിയിട്ടില്ല. അതിന്റെ മീനിങ് എന്താ? നമ്മളുടെ എക്സിന് 2 വാല്യൂ ഉണ്ടാവും. കാരണം എന്താ? അത് നമുക്ക് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ, ആണ്. അപ്പൊ ഒന്ന് പ്ലസ് അല്ലെങ്കിൽ മൈനസ്. അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത് എന്താ? 4 മൈനസ് റൂട്ട് 7/3. അപ്പൊ അതിന്റെ ഉള്ളിൽ നിന്ന് ഇത് മാത്രം എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ LHS കിട്ടി. RHS ഇതിന്റെ ഉള്ളിൽ നിന്ന് മൈനസ് മാത്രം ചൂസ് ചെയ്യാം. അപ്പൊ എന്ത് എഴുതാം നമുക്ക്? ടാൻ ഓഫ് 1/2 സൈൻ ഇൻവേഴ്സ് 3/4 equal to 4 minus root 7 divided by 3. That means LHS equal to RHS, hence proved. Okay. അപ്പോൾ ഇവിടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു സ്റ്റെപ്പും കൂടിയും എക്സ്ട്രാ ആഡ് ചെയ്യാണ്. ഈ തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് 3/4 ഈ സ്റ്റെപ്പിൽ കേട്ടോ.
അപ്പോൾ ഈ സ്റ്റെപ്പിൽ നമ്മളത് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ തീറ്റയ്ക്ക് പകരമാണ് നമ്മൾ സൈൻ ഇൻവേഴ്സ് 3/4 ഇട്ട് കൊടുത്തത്. θ/2 എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു തീറ്റ അല്ലേ? ആ 1/2 ആണ് നമ്മളിവിടെ ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നത് കേട്ടോ. കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഇത് സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. പ്രൂവ് ദാറ്റ് കോട്ട് ഇൻവേഴ്സ് 7 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 8 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 18 ഈക്വൽ ടു കോട്ട് ഇൻവേഴ്സ് 3. അപ്പം നമുക്ക് തന്നിട്ടുള്ളത് കോട്ട് ഇൻവേഴ്സ് 7 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 8 പ്ലസ് കോട്ട് ഇൻവേഴ്സ് 18 വരെ നമുക്ക് എടുക്കാം. അതായത് LHS നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. RHS കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം അല്ലേ? അപ്പോൾ ഇനി ഈ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ ചെയ്തിട്ടുള്ളത് ടാൻ ഇൻവേഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ ടാൻ ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് ടാൻ ഇൻവേഴ്സ് x പ്ലസ് ടാൻ ഇൻവേഴ്സ് y എന്ന് പറഞ്ഞ ഫോർമുല യൂസ് ചെയ്യാം. ഇത് മുഴുവൻ കോട്ട് ഇൻവേഴ്സ്. അപ്പൊ നമുക്ക് അതിനെ എന്ത് ചെയ്യണം? അതിനെ ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റണം. നമുക്കറിയാം നമ്മുടെ പ്രോപ്പർട്ടി പഠിച്ചതിൽ ഒരു പ്രോപ്പർട്ടി ആയിരുന്നു എന്ത്? കോട്ട് ഇൻവേഴ്സ് x എന്ന് പറഞ്ഞാലും ടാൻ ഇൻവേഴ്സ് 1/x എന്ന് പറഞ്ഞാലും എന്താണ്? സെയിം ആണ്. നമ്മളൊരു പ്രോപ്പർട്ടിയാണ് ആണല്ലോ. അതായത് കോട്ടിന്റെ റെസിപ്രോക്കൽ ആണ് ടാന്, എക്സിന്റെ റെസിപ്രോക്കൽ 1/x. ഞാൻ അന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കോട്ട് ഇൻവേഴ്സ് x ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/x. അപ്പൊ ഇതിനെല്ലാം ഇനി ടാൻ ഇൻവേഴ്സിലേക്ക് മാറ്റാലോ. എന്താ വരാം? ടാൻ ഇൻവേഴ്സ് 1/7 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/8 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/18. ഓക്കെ, അപ്പൊ പിന്നെ ഇനി നമുക്ക് ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം അല്ലെ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈ എന്ന് പറഞ്ഞാൽ എന്താ? ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ ആണ്. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ 2 നമ്മൾ എടുത്തു. അപ്പോൾ ടാൻ ഇൻവേഴ്സ് 1/8 കളയാൻ പാടില്ല. അത് പ്ലസ് പ്ലസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇട്ട് പോകണം കേട്ടോ. അപ്പോൾ ആദ്യത്തേൽ നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് എക്സിലോടുത്ത് 1/7 വൈ ഉള്ളടുത്ത് നമ്മൾ 1/8 റീപ്ലേസ് ചെയ്യാൻ പോവാം. സോ 1/7 പ്ലസ് 1/8 ഡിവൈഡഡ് ബൈ 1 മൈനസ് 1/7 ഇൻറ്റു 1/8 എന്നല്ല കിട്ടാം. ബാക്കിയുള്ള നമ്മളുടെ ടാൻ ഇൻവേഴ്സ് 1/8 അതേപോലെ തന്നെ ഇട്ടു. ഇനി ഇതിനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ ഇൻവേഴ്സ് ഓഫ് ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ 8 പ്ലസ് 7 അല്ലേ? ന്യൂമറേറ്ററിൽ 8 പ്ലസ് 7 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു 8 56 divided by denominator 56 minus 1 divided by 56 പ്ലസ് നമ്മളുടെ ടാൻ ഇൻവേഴ്സ് 1/8 കളയാൻ പാടില്ല. അത് അതേപോലെ തന്നെ നമ്മൾ ഇട്ടു. ഇനി 2 56 നമുക്ക് ക്യാൻസൽ ചെയ്യാം അല്ലെ? ബാക്കി നമുക്ക് എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് ഓഫ് ന്യൂമറേറ്ററിൽ 15 ഡിവൈഡഡ് ബൈ 55 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/18. ഇനി 15ഉം 55ലും നമുക്ക് 5നെ വെച്ചിട്ട് കട്ട് ചെയ്തൂടെ? അപ്പൊ ഇവിടെ എന്ത് കിട്ടി? ഇവിടെ ഒരു 3യും ഇവിടെ ഒരു 11ഉം കിട്ടിയില്ലേ? അപ്പൊ നമുക്ക് ഇതിനെ ഒന്നും കൂടി ചെറുതാക്കാം. എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് 3/11 പ്ലസ് ടാൻ ഇൻവേഴ്സ് 1/18. ഓക്കെ, കിട്ടിയില്ലേ? ഇനി ഇതേ നമ്മുടെ പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യണം? നമുക്കത് റിസൾട്ട് നോക്കാം അല്ലെ? എന്താണ് നമ്മുടെ എയിം? നമുക്ക് കോട്ട് ഇൻവേഴ്സ് 3 ആണ് കിട്ടേണ്ടത്. കിട്ടണോ നോക്കാം. അപ്പൊ നമ്മളുടെ അതേ പ്രോപ്പർട്ടി യൂസ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ് ഉള്ളിടത്തൊക്കെ 3/11ഉം വൈ ഉള്ളിടത്ത് 1/18 ആണ് കൊടുക്കേണ്ടത്. സോ ടാൻ ഇൻവേഴ്സ് 3/11 പ്ലസ് 1/18 ഡിവൈഡഡ് ബൈ 1 മൈനസ് 3/11 ഇൻറ്റു 1/18 അല്ലെ? ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 3 ഇൻറ്റു 80 എന്ന് പറഞ്ഞാൽ 54 പ്ലസ് 11 ഡിവൈഡഡ് ബൈ 11 ഇൻറ്റു 80 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 198 ആണ്. ഹോൾ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ 198 മൈനസ് 3 ഡിവൈഡഡ് ബൈ 198 തന്നെ കിട്ടാം. ഈ 2 198 നമുക്ക് ക്യാൻസൽ ചെയ്യാം. ബാക്കി എന്ത് കിട്ടി? ടാൻ ഇൻവേഴ്സ് ഓഫ്
54 plus 11, 65 divided by 198 minus 3 means 195. ഈ 65ഉം 195ഉം നമ്മുടെ റിലേഷൻ എന്താ? 65ന്റെ 3 ടൈംസ് ആണ് എന്ത്? 195 അല്ലേ? അപ്പം നമുക്ക് എന്ത് കിട്ടി? tan ഇൻവേഴ്സ് 1/3 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞത് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1/x ആണല്ലേ. അപ്പോൾ ഈ ടാൻ ഇൻവേഴ്സ് 1/xനെ ഇനി നമുക്ക് എന്ത് എഴുതാം? ടാൻ ഇൻവേഴ്സ് 1/xനെ നമുക്ക് എന്തെഴുതാം? കോട്ട് ഇൻവേഴ്സ് എക്സ് ആക്കി എഴുതാം അല്ലേ? എഴുതിക്കൂടെ? അപ്പൊ ഇവിടെ ടാൻ ഇൻവേഴ്സ് 1/3 നമുക്ക് എന്ത് എഴുതാം? കോട്ട് ഇൻവേഴ്സ് 3 എന്ന് എഴുതാം. അതല്ല നമ്മളുടെ RHS. അപ്പൊ LHS സ്റ്റാർട്ട് ചെയ്തു, RHS നമ്മൾ എത്തി. ഓക്കെ, അപ്പോ എന്തായി? ഹെൻസ് പ്രൂവ്ഡ്. This is our next question. In this question, we need to prove that cos of tan inverse of sine of cot inverse x equal to root of 1 plus x square divided by 2 plus x square. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ നീട്ടത്തിലുള്ള ക്വസ്റ്റ്യൻ കണ്ടിട്ട് പേടിക്കേണ്ട, സിമ്പിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് നമുക്ക് എഴുതാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യണത് LHS നിന്നാണ് കേട്ടോ. കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ ഓഫ് കോട്ട് ഇൻവേഴ്സ് എക്സ്. അപ്പൊ ഇതില് ശ്രദ്ധിക്കുക, ഈ കോട്ട് ഇൻവേഴ്സ് എക്സിന് ഞാൻ തീറ്റ എന്ന് ഇട്ട് കൊടുത്തു. പുട്ട് കോട്ട് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു തീറ്റ. അപ്പൊ കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരാ? കോട്ട് തീറ്റ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടൂ അല്ലേ? കിട്ടില്ലേ? അപ്പോൾ ഈ കോട്ട് ഇൻവേഴ്സ് എക്സിന് ഞാൻ ഇവിടെ തീറ്റ എന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ LHS അപ്പം എന്തായി? കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് സൈൻ തീറ്റ എന്നാവും അല്ലേ? ആയില്ലേ? ഓക്കെ, അപ്പോ ഈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാലും 1/കൊസീക്ക് തീറ്റ എന്ന് പറഞ്ഞാലും എന്തെന്നെയാ? സെയിം ആണല്ലേ? ആണല്ലോ. അപ്പൊ ഞാൻ ഈ സൈൻ തീറ്റയ്ക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്? 1/കൊസീക്ക് തീറ്റ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1/കൊസീക്ക് തീറ്റ. ഓക്കെ, ഇനി അടുത്തത് നമ്മളുടെ കൊസീക്ക് തീറ്റനെ നമുക്കിനി കോട്ടിന്റെ ഫോമിലേക്ക് മാറ്റണം. കൂടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് കൊടുത്തത് എന്താണ്? കോട്ട് തീറ്റയാണ് എക്സ് എന്നുള്ളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി കൊസീക്ക് തീറ്റനെ എങ്ങനെ നമുക്ക് കോട്ട് തീറ്റന്റെ ഫോമിലേക്ക് മാറ്റാം? അപ്പൊ നമുക്കറിയാം 1 + കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക് സ്ക്വയർ തീറ്റയാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ഈ സ്ക്വയർ റൂട്ട് ഇപ്പുറത്തേക്ക് പോകില്ലേ? അപ്പൊ 1 + റൂട്ട് ഓഫ് 1 + കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ കൊസീക് തീറ്റയാണ്. അപ്പൊ ഈ കൊസീക് തീറ്റയ്ക്ക് പകരം ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 + കോട്ട് സ്ക്വയർ തീറ്റ. അത് നമ്മൾ റീപ്ലേസ് ചെയ്തു. ഈ കൊസീക് തീറ്റയ്ക്ക് പകരമാണ് ഇപ്പൊ നമ്മൾ റൂട്ട് ഓഫ് 1 + കോട്ട് സ്ക്വയർ തീറ്റ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ഇനി നമ്മൾ ഇവിടെ കോട്ട് തീറ്റയ്ക്ക് എക്സ് എന്ന് പറഞ്ഞിട്ട് ആദ്യം തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇനി കോട്ട് തീറ്റ ഉള്ളവർക്കൊക്കെ നമുക്ക് ഇനി എന്ത് ഇട്ട് കൊടുക്കാം? എക്സ് എന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും? കോസ് ഓഫ് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 + കോട്ട് തീറ്റയ്ക്ക് എക്സ് ആണ്. അപ്പൊ കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞാൽ അത് എക്സ് സ്ക്വയർ അല്ലേ വരാം? കിട്ടിയോ? ഓക്കെ, ഇനി നെക്സ്റ്റ്, ഇനി ഇവിടെ തൊട്ട് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. ഞാൻ ഈ ഒരു ടേം, ഈ ബ്രാക്കറ്റ് ഉള്ള ടേമിന് മാത്രം ഞാൻ ആൽഫ എന്ന് കൊടുക്കാൻ പോവാണ്. പുട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 + എക്സ് സ്ക്വയർ ഈക്വൽ ടു ആൽഫ.
അതെന്തിനാ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ നോക്കാം, നമുക്ക് ഇവിടെ ഒരു ഈ ടാൻ ഇൻവേഴ്സിന് പകരം കോസ് ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് ക്യാൻസൽ ചെയ്തിട്ട് ഈ ഒരു ടേം കിട്ടും അല്ലെ. പക്ഷെ ഇവിടെ എന്താണ്, ടാൻ ഇൻവേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ഒറ്റ ടേമിനെ, ഈ ടാൻ ഇൻവേഴ്സിനെ ഇൻ ടേംസ് ഓഫ് കോസ് ഇൻവേഴ്സ് ആക്കാനാണ് നമ്മൾ പോണത്, നമ്മുടെ എയിം. ഓക്കെ, ടാൻ ഇൻവേഴ്സിന്റെ ഈ ടേമിനെ ഇൻ ടേംസ് ഓഫ് കോസ് ഇൻവേഴ്സിന്റെ ഫോമിലേക്ക് ആക്കി മാറ്റാൻ പോവാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടേമിനെ മാത്രം ആൽഫ എന്ന് ഇട്ട് കൊടുത്തത്. നെക്സ്റ്റ് ഈ ടാൻ ഇൻവേഴ്സിനെ ഞാൻ RHSലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്ത് കിട്ടും, ടാൻ ആൽഫ ആവും അല്ലെ. അപ്പൊ ടാൻ ആൽഫ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി, 1 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ. ഇനി സ്ക്വയറിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. അപ്പൊ എന്ത് കിട്ടി, രണ്ട് സൈഡും നമ്മൾ ബോത്ത് സൈഡ്സ് രണ്ട് സൈഡും നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ ടാൻ സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ടും സ്ക്വയറും പോയിട്ട് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് പോവില്ലേ, 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടൂലേ, കിട്ടില്ലേ. ഇനി രണ്ട് സൈഡിലും ഞാൻ +1 ആഡ് ചെയ്യാൻ പോവാണ്. ആഡിങ് 1 ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോ നമ്മുടെ ശ്രദ്ധിക്കുക, നമ്മുടെ LHSൽ ടാൻ സ്ക്വയർ ആൽഫ +1 എന്ന് വരും. RHSൽ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ +1. അപ്പൊ രണ്ട് സൈഡും ഞാൻ +1 ആഡ് ചെയ്യാണ് കേട്ടോ. ഇനി ടാൻ സ്ക്വയർ ആൽഫേനെ നമുക്ക് സൈൻ സ്ക്വയർ ആൽഫ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ ആൽഫ എന്ന് എഴുതാം അല്ലെ. +1 അതേപോലെ തന്നെ എഴുതി. ഇനി നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ 1 പ്ലസ് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് ചെയ്യും. അതുപോലെ LHSലും നമ്മൾ എന്ത് ചെയ്യണം, LHSലും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ആൽഫ എന്ന് കിട്ടും. ഈക്വൽ ടു ഇവിടെ 2 1 ഉണ്ട്, നമുക്കത് 2 എന്ന് എഴുതാം. 2 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടിയല്ലോ. ഇനി നമുക്കറിയാം എന്ത്, സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണല്ലേ. അപ്പോൾ ഇവിടെ എന്തുണ്ട്, സൈൻ സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ആൽഫ ഉണ്ട് അല്ലേ. അതിന് പകരം നമുക്ക് എന്ത് എഴുതാം, 1 എഴുതാം. 1 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു 2 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 പ്ലസ് എക്സ് സ്ക്വയർ. നമ്മൾ അതിനെ റെസിപ്രോക്കൽ എടുക്കാൻ പോണ് രണ്ട് സൈഡും. അപ്പൊ എന്തായി, കോസ് സ്ക്വയർ ആൽഫ ഈക്വൽ ടു 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ വരും. നേരെ തലതിരിക്കാം. LHSൽ തലതിരിക്കുമ്പോൾ അത് കോസ് സ്ക്വയർ ആൽഫ വരും. RHSൽ തലതിരിക്കുമ്പോൾ 1 പ്ലസ് എക്സ് സ്ക്വയർ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും 2 പ്ലസ് എക്സ് സ്ക്വയർ വരും. ഓക്കെ. ഇനി കോസ് ആൽഫ എന്ന് പറഞ്ഞാൽ എന്താ വരാ, റൂട്ട് വരും അല്ലേ. 1 പ്ലസ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡ് ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ അല്ലെ. ഇനി ആൽഫ എന്ന് പറഞ്ഞാലോ, കോസ് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോ ശ്രദ്ധിക്കുക, നമ്മൾ ആൽഫ നോക്കുക, പുട്ട് ടാൻ ഇൻവേഴ്സ് ഓഫ് 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയറിനാണ് ഞാൻ ആൽഫ എന്ന് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ടാൻ ഇൻവേഴ്സിലുള്ള ഈ ടേമിനെ ഈ ആൽഫേനെ ഞാൻ കോസ് ഇൻവേഴ്സിലേക്ക് മാറ്റിയല്ലോ. ഇനി ഞാൻ ഇവിടെ ഒരു ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കാം. അപ്പൊ ഇക്വേഷൻ നമ്പർ 1ല് ഞാൻ ഈ ടാൻ ഇൻവേഴ്സിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്, നമ്മുടെ കോസ് ഇൻവേഴ്സിലുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2. നമുക്കിവിടെ ഇക്വേഷൻ നമ്പർ 2 എന്ന് എഴുതാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 2 ഇൻ ഇക്വേഷൻ നമ്പർ 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, ഇവിടെ കോസ് ഓഫ് ആ ടാൻ ഇൻവേഴ്സിന് പകരം എന്ത് എഴുതാം, നമുക്കിവിടെ കോസ് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ എന്ന് എഴുതാം. ശ്രദ്ധിക്കുക, ഇവിടെ കോസ് ഇവിടെ ഓൾറെഡി ഉണ്ട്. ഈ ടാൻ ഇൻവേഴ്സിന് പകരം നമ്മൾ ഇവിടുത്തെ കോസ് ഇൻവേഴ്സ് ഓഫ് റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇവിടെ കോസ് ഓഫ് കോസ് ഇൻവേഴ്സ് കിടക്കുന്നുണ്ടല്ലോ, അത് ക്യാൻസൽ ആയില്ലേ. ബാക്കി എന്താ കിട്ടുള്ളൂ, റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 പ്ലസ് എക്സ് സ്ക്വയർ എന്നാണ് നമുക്ക് കിട്ടാം.
ഓക്കെ, ഇത് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് LHS നിന്നാണ് അല്ലെ. LHS നിന്ന് സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് RHS എന്താ? √1 + x² / 2 + s² ആണ്. അപ്പോൾ RHS കിട്ടി. അപ്പൊ LHS = RHS, ഹെൻസ് പ്രൂവ്ഡ്.